നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. ഇത്രയും ബിസികൾക്കിടയിലും ഷൂട്ടുകൾക്കിടയിലും എന്റെ വീട്ടില് ആകെ ക്രിസ്ത്യൻ ഞാനേ ഉള്ളല്ലോ നമ്മളെ കൂട്ടത്തില്. സോ അതുകൊണ്ട് എല്ലാ ക്രിസ്മസ് ആഘോഷിക്കാൻ ഞാൻ ടാർസനെയും കുടുംബത്തിനെയും, കുടുംബം ഇല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, സിംഗിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ആടലോടെ ടീമിനെ ഇവിടെ ക്ഷണിച്ചിരിക്കുകയാണ്. ക്രിസ്മസിന് ഇവിടെ വരണം നിങ്ങൾ. കുടുംബം ഇല്ലാത്തവരാണല്ലോ, ആർക്ക് എപ്പോഴും എന്തുകൂടെ പറയാം. ഫസ്റ്റ് ഞാൻ ഉണ്ണിയേശുവിനെ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ചൊരു അറിവുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ക്രിസ്മസ് ഫാദർ ബ്ലാക്ക് ബെൽറ്റ് ആണ് അല്ലേടാ? അതെ അതെ, ഞാൻ പണ്ട് കരാട്ടയ്ക്കൊക്കെ പോയി. ആദ്യമായിട്ടാണ് അച്ഛൻ വ്ളോഗിൽ വന്നിട്ട് ഇത്രയും ആക്റ്റീവ് ആവുന്നത്. 1300 സംതിങ്. എനിക്ക് ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. കിഴങ്ങി തന്നെ ഇവിടെ ഉണ്ടാക്കി. നീ ജീവിതത്തിൽ ഇവന്റെ വീട്ടില് ഒരു കിളിക്കൂട് കാണണം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാ. ഞാൻ മറ്റേ ആസിഫലീനെ കണക്കിരുന്ന് ചിരിച്ചാണ് ട്രാഫിക്കില്ല ചിരിക്കടിക്കും. സ്കൂളുകളിലും ട്യൂഷൻ ക്ലാസ്സുകളിലും ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാറുണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷമാണ് നമ്മൾ ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ആടലോടങ്ങൻ ടീം. വെണ്ടയ്ക്കൊന്നല്ലടാ ഇത് പഴം വരി. തെറ്റില്ല, കാരണം ആഹാരത്തിന്റെ കാര്യത്തിൽ തെറ്റില്ല. ഇന്ന് ഇവിടെ വളരെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. ഒരു ഹാപ്പി വിഷ് പറഞ്ഞ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. ഞാൻ ഒരു യൂട്യൂബറാണ്. അപ്പൊ ഇവിടെ ഉണ്ട് വിഷു പറഞ്ഞു. അപ്പം ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുന്ന ആം സൂപ്പർ ഹീറോയ്ക്കും ആം സൂപ്പർ എന്റെ കുടുംബം മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നത്, ഈ ലോകത്തുള്ള എല്ലാവരും. അപ്പം വേണ്ട, അപ്പം ഇവിടെ ഉണ്ടെന്ന് തരാം. ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ. ഡിസംബർ മാസമാണ്, അറിയാലോ, ക്രിസ്മസ്. അപ്പൊ ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷം എന്റെ വീടൊക്കെ ഞാൻ ഒന്ന് ക്രിസ്മസ് വൈബാക്കാൻ വേണ്ടി പോവാണ്. എല്ലാ വർഷവും അച്ഛൻ ചെയ്യുന്നതാണ് പതിവ്. പ്രാവശ്യം ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ നമ്മൾ ചെയ്യാന്ന്. നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മേഘയുടെ അനിയത്തിയും ബിജോയും ഉണ്ട്. ഉൾക്കൂടൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. ഞാൻ കുറെ നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ നടക്കൂല, മടി. പ്രാവശ്യം എന്തായാലും ഞാൻ സെറ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഇന്നലെ വൈകിട്ട് ലുലുലൊക്കെ പോയി തണ്ട. അച്ഛനും കഴിഞ്ഞ വർഷം കുറെ ലൈറ്റ് ഒക്കെ മേടിച്ച്, അച്ഛൻ ഇന്നൊരു പുൽക്കൂട് മേടിച്ചോണ്ട് വന്നു. പക്ഷെ അത് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു പുൽക്കൂട് വച്ചതല്ല, ഞാനും മേടിച്ചതാണ്, ഉണ്ടാക്കിയതല്ല. ഞാനൊക്കെ എന്റെ കൊച്ചിലെ ഞാൻ പുൽക്കൂട് ഞാൻ കണ്ടില്ലല്ലോ ഉണ്ടാക്കണം. ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങും. അപ്പൊ ഗൈസ്, ക്രിസ്മസ് വൈബാക്കാൻ പോവാണ് എന്റെ വീട്. നിങ്ങൾ കാണണ്ടേ? കാണാം. അപ്പൊ ഗൈസ്, ഇവിടെയാണ് നമ്മള് നമ്മുടെ പുൽക്കൂട് കാര്യങ്ങളൊക്കെ വെച്ച് ഫ്രണ്ട് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കാൻ പോവുകയാണ്. ഈ ഫിഷ് ടാങ്ക് എന്റെ അനിയൻ ആഗ്രഹിച്ച് മേടിച്ചതാണ്. മീനുകളോട് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പൊന്നു മീനെ, എന്ത് തെറ്റാ ചെയ്ത ഇവന്റെ കയ്യിൽ തന്നെ വന്ന് പെടാൻ. നല്ലപോലെ നോക്കും ഫിഷ് ടാങ്ക്. ആദ്യം ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ മാറ്റണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഏറ്റവും നല്ല മീൻ പിടുത്തക്കാരനായ ബിജോയെ കൊണ്ടാണ് നമ്മൾ ഇത് മാറ്റിക്കാൻ പോണം. ബിജോയ്, ഇതൊരു സെറ്റാക്ക്, മീൻ പിടിച്ച് സെറ്റാക്ക്. ഏറ്റവും കൂടുതൽ ഫൈറ്റർ എത്ര ഫൈറ്ററാണ് നിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത്? എന്റെ 28 ഉണ്ടായിരുന്നു. നേരത്തെ 35 ഇപ്പൊ 28. ഇനി ഒന്നുകൂടി പറ, ആലോചിച്ച് എത്ര ഉണ്ടായിരുന്നു? 2 ഫൈറ്റർ ഉണ്ടായിരുന്നു കഴിച്ചില്ല. നല്ലപോലെ മീനൊക്കെ വളർത്തുമായിരുന്നു. കൊച്ചിലെ ഫോണൊന്നും ഇല്ലാത്തപ്പോ അതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഇപ്പൊ വലുതായല്ല പിന്നെ. അപ്പൊ ബക്കറ്റ് വെള്ളം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. മീൻ പിടിച്ച് അതിന്റെ അകത്തിട്ട് സെറ്റ് ആക്കും. എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചുള്ള നമുക്ക് നോക്കിട്ട് ഇത്ര ലൈറ്റുകളാണുള്ള. ഇതില് കുറെയൊക്കെ പഴയതാണ്. കഴിഞ്ഞ വർഷത്തത് അച്ഛൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരല്ലേ, ഈ പുള്ളിക്കാരൻ എന്റെ അച്ഛൻ പറയുന്നതാണ്ട ഇത്ര ഉള്ള ഒരു ക്രിസ്മസ് ഫാദർ അവിടെ കടയിരിക്കേണ്ട സച്ചു മേടിയിൽ 1000 എത്ര ഉള്ളത്. ഞാൻ പറഞ്ഞു 500 വരെ നോക്കിയപ്പോ ഇത്രേ ഉള്ളൂ. കൊള്ളാം കേട്ടോ, പുള്ളിക്കാരൻ നല്ല പണിയെടുക്കും. ഞാൻ കാണിച്ചു തരാം. കൂടെ ഓണായിക്കോട്ടെ. കൊള്ളാല്ലേ? ഞാൻ CSI പള്ളിയിലാണ് പോകുന്നത്. കരോളുണ്ട്, പക്ഷെ ക്രിസ്മസ് ഫാദറില്ല. ക്രിസ്മസ് ഫാദറില്ലാതെ എന്ത് കരോള്? മറ്റു പള്ളികളിൽ നിന്നൊക്കെ കരോള് വരുമ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി നോക്കുമായിരുന്നു. ഇവിടെ പള്ളിയിലുണ്ട് കേട്ടോ. പിന്നെ പണ്ട് റെസിഡന്റ് അസോസിയേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കരോള് വരുമായിരുന്നു. ഇവിടെ അല്ല, പഴയ വീട്ടിലൊക്കെ വരുമായിരുന്നു. ക്രിസ്മസ് ഫാദറിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കരോൾ ഇറക്കും. ക്രിസ്മസ് ഫാദർ വരും, ഈ വീട്ടില് വന്നിരിക്കും, വരും. അങ്ങനെയാണ് ഒരുപാട് സാധനം ഡെക്കറേറ്റ് ചെയ്യാനുള്ള സ്മോൾ ക്രിസ്മസ് ട്രീ. ഇതിൽ വലുത് ഇവിടെ വീട്ടിൽ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതോടെ പോയി നോക്കട്ടെ. പുൽക്കൂടി 2 ഉണ്ട്. ഒന്ന് ഇത് അച്ഛൻ മേടിച്ചോണ്ട് വന്നതാണ്. ഇതിന്റെ അകത്ത് ഫുള്ളെന്ന് പറഞ്ഞാൽ തിലകനൊക്കെ ഉണ്ട്. തിലകൻ. അതുകൊണ്ട് എനിക്കിത് സാറ്റിസ്ഫൈഡ് ആയില്ല. ഞാൻ പോയി ഒരു പുതിയ പുൽക്കൂട് മേടിച്ചിട്ടുണ്ട്. ഒരു സെറ്റ് സാധനം വർത്ത് ഒരു 10 വർഷമൊക്കെ ചുമ്മാ ഇരിക്കും ആ സാധനം. പിന്നെ അതിന്റെ പ്രതിമകളും വേറെ ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാരെ ഇപ്പൊ കയ്യിൽ പറഞ്ഞേ നോക്കാം. മാലക കണ്ട, നല്ല ക്വാളിറ്റി ഉള്ള. നമുക്കിനി അവിടെ ഫുൾ വൃത്തിയാക്കി സെറ്റാക്കാം. മേഘ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ഞാനാണ് പിടിച്ചത് കേട്ടാ.
ആകെ 3 മീനേ ഉള്ളൂ, ബാക്കിയെല്ലാം ചത്തുപോയി. ഇല്ല ഒരു മഞ്ഞ മറ്റേ ഫ്ലൂറസന്റ് സാധനം ഇവിടെ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത്, എല്ലാമേ പോച്ച്. ഇവൻ നോക്കൂല, ഇവന് ചുമ്മാ ആഗ്രഹം മാത്രമേ ഉള്ളൂ. 2 പിടിച്ച ഞാനാണ്. കാണാനില്ല ഇവിടെ. ഫിഷ് ടാങ്ക് ഞാൻ ഇവിടെ നിന്ന് മാറ്റും. ഇവിടെ ഫുള്ള് ഞാൻ സെറ്റാക്കി വെക്കാൻ പോകണം. ഉണ്ണിയാഴ്ചയായിട്ട് കിടക്കാൻ പറ്റുമോ നിനക്ക്? ഇല്ല ഞാൻ ഏത് തൊട്ടിൽ കിടക്കുമെങ്കിൽ ഓ അല്ല, ഇപ്പൊ കിടത്താം. ഏത് തൊട്ടിൽ കിടത്തിയ പിടിക്കണ്ട്. ഇതിന്റെ അകത്ത് ആകെ ഒരു 14 മീനുണ്ട്. ഈ 14 മീനിന് വേണ്ടിയിട്ടാണ് അവ ഈ ടാങ്കിൽ കൊണ്ടിട്ടിരുന്നത്. ഒരു വക നോക്കൂല ഗൈസ്. ഇന്നത്തോടെ ഇതിനെ മാറ്റി ബൗളിലാക്കിയാണ്. ഈ ഫിഷ് ടാങ്ക് എന്നേക്കായിട്ട് ഇവിടെ നിന്ന് മൺമറയാൻ പോവുകയാണ്. എനിക്ക് പിന്നെ ഈ മീൻ വളർത്തലിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് പട്ടി അതൊക്കെയാണ് എനിക്ക് ഇഷ്ടം വളർത്തുന്നത്. അവിടെ ഇത് ഏത് മീനടാ ഇത്? എനിക്ക് മീനിനെ പറ്റി എനിക്ക് അല്ല. അവിടെ ഇത് ഏത് മീനുണ്ടോ സഞ്ജു? പുതിയ മീനാണ് കേട്ടാ. അവനോലും അറിഞ്ഞൂടാ. ചുമ്മാ ഈ എന്തിനടാ ഇതിനെ കൊണ്ട് ദ്രോഹിക്കണ? ഓ പിന്നെ സ്കൂളിൽ വിടാൻ പോവല്ലേ പ്രസവിച്ച് പെരുവിട്ട്. അവനോലും അറിഞ്ഞൂടാ മീൻ. അതിനെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് പാവാ. അതിനെ ഞാൻ രക്ഷിക്കുകയാണ് ഇവിടെ നിന്ന്. ബാ ഇത് പിടിടേ. ഇതിന് മുമ്പ് വാങ്ങിച്ച ഒരു ഫിഷ് ടാങ്ക് അടുത്തായിരിക്കണം അപ്പുറത്ത്. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് തുല്യമായിരുന്നു ആ മീനുകൾക്ക്. ഇത് അതിനേക്കാൾ ചെറുതായിരുന്നു. ഇത് ചെറുത്, അതിനേക്കാൾ ചെറുത്. ഇതിനെ പോലെ തന്നെ ഇപ്പുറത്ത് ഇതായിരിക്കും. ആർക്കെങ്കിലും ഈ ഫിഷ് ടാങ്ക് വേണമെങ്കിൽ വാ, ഞാൻ ഫ്രീ ആയിട്ട് തരാം. കുറച്ച് മീനിനും തരാം, പാവങ്ങളെ ദ്രോഹിക്കാനായിട്ട്. എൻ്റെ അനിയൻ ഈ ഷാബൊക്കെ എവിടെ പോയി വാങ്ങിച്ചു വയ്ക്കുമെന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ലുക്ക് നമ്മൾ ചെയ്യുന്നതിന് മുമ്പുള്ള. ഇനി എൻ്റെ മനസ്സിലൊരു സംഭവം ഉണ്ട്, അതൊക്കെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും മാറ്റാനായിട്ട്. ഇതെൻ്റെ ടോക്കിയോ, മീറ്റ് മിസ്സിസ് മൈ ടോക്കിയോ. സിംഹത്തിനെ കണക്കാക്കിയൊക്കെയാണ് ഞാൻ. സിംഹം, സൺ ഓഫ് ഷെയർ, സിംഗക്കുട്ടി അല്ലെ രോഗി? രോഗി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് അല്ലേ? ഹെൽപ്പ് ചെയ്യല്ലോ രോഗി നീ എന്നെ. കമോൺ, കണ്ടോ അനുസരണുള്ള കുട്ടിയാ. ഒരു ഹൈഫൈ ആടി, വാ ഹൈഫൈ ആടി രോഗി, വാ. പുള്ളിക്കാരി ഗർഭിണിയാണ് കേട്ടോ, 1 മാസമായി. ചിന്നത്തായവൾ തങ്കരാസാവേ അല്ലേ രോഗി? അതിന്റെ ഒരു മടിയില്ല അവൾക്ക്. ഗായ്സ്, ഇത്രയും ബിസികൾക്കിടയിലും ഷൂട്ടുകൾക്കിടയിലും എൻ്റെ വീട്ടിൽ ആകെ ക്രിസ്ത്യൻ ഞാനേ ഉള്ളല്ലോ നമ്മളെ കൂട്ടത്തില്. സോ അതുകൊണ്ട് എല്ലാം ക്രിസ്മസ് ആഘോഷിക്കാൻ ഞാൻ ടാർസനെയും കുടുംബത്തിനെയും, കുടുംബം ഇല്ല ഒറ്റയ്ക്കേ ഉള്ളൂ, സിംഗിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ആടലോടെ ടീമിനെ ഇവിടെ ക്ഷണിച്ചിരിക്കുകയാണ്. ക്രിസ്മസിന് ഇവിടെ വരണം നിങ്ങൾ. കുടുംബം ഇല്ലാത്തവനാണല്ലോ, ആർക്ക് എപ്പോഴും എന്തുകൂടെ പറയാം. പുള്ളിക്ക് ക്രിസ്മസ് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചു വരുത്തിയത്. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാടാന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വന്ന തന്നെ, വലിഞ്ഞേറി വന്നതാ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ കണ്ടിട്ട് വരും, നിങ്ങൾ വരൂ. കമ ടോക്കി ഈസ് ഈക്വൽ ടു ടാർസൻ. ഇതെങ്കിലും കയ്യിലെടുത്ത്. ഇത് രണ്ട് കളറായിട്ടായിരിക്കും തന്നെ. ഞാനാണ് ഇത് പെനച്ച് ഇങ്ങനെ ആക്കി തരുന്നത്. അത് ഇൻട്രോയിലുണ്ട്, അത് പെനക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സിമ്പിൾ കാര്യങ്ങൾ ചെയ്യും, ടഫായിട്ടുള്ള ടഫില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ലൈറ്റൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതും റീലെല്ലാം സെറ്റ് ചെയ്ത് ഇനി നമ്മൾ പുൽക്കൂടും കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ നമ്മൾ ടയർഡായി, ഇത്രയും വെച്ചപ്പോൾ തന്നെ ടയർഡായപ്പോൾ മേഘ ചായ വേണ്ടവർക്ക് ചായയും ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുകയാണ്. പാവം വരുന്നുണ്ട ഏച്ചിയെ ഒരു ചായ. ഇത് ലോ ബഡ്ജറ്റ് ആണ്, ഇത് ലോ ബഡ്ജറ്റ് പുൽക്കൂടാണ്. 550 രൂപ തോന്നുന്നു. ദൂരെ നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ട് സെറ്റ് കഴിഞ്ഞു, പുൽക്കൂട് കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് അച്ഛൻ എവിടെ നാച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് തന്നെ ഇത് ഒരുമാതിരി ആയിപ്പോയി. ഇത് എന്താണെന്ന് പറയുക, തിലകമാമനുണ്ട്. ഇത് എല്ലാവർക്കും ഒരേ ചായ കണക്ക്. അങ്ങനെ ഞാൻ വേറൊരു പോയി മേടിച്ചു. കണ്ട, ഇതാണ് ഉണ്ണിയേഷു. നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാം. പിടിച്ച ഇത് ഇസ്രായേൽ ജനിച്ച ഉണ്ണിയേഷു, ഇത് ഇന്ത്യയിൽ ജനിച്ച ഉണ്ണിയേഷു. നമുക്ക് മറിയ എടുക്കാം, കമ്പാരിസൺ. മറിയ 2 മറിയാസ് അല്ലേ? ഈ മറിയുള്ള ജോസഫ് എവിടെ? ജോസഫ് എത്ര? മലയാളത്തിൽ വിളി, ജോസഫിന് മലയാളം അറിയാം.
ഇതാണ് ഇപ്പൊ പറയാ പണിടല്ലേടാ, അറിയാതെ വായന്ന് വീണ് പോയതാ. ഇത് കട്ടുകളാണ്, ഇത് കട്ടുകളാണ്. This is Joseph 4K Joseph 144. പക്ഷേ ഈ പുള്ളി എവിടെയാണ്? ഇത് ഏത് പുള്ളിയാ ഇതില്? അത് സലികുമാറല്ലേ? ഇതാണ്. ഇതാണെന്നാണ് ബിജയ് കണ്ടെത്തിയത്. പക്ഷെ എനിക്കിത് ചേർന്ന് അല്ല തോന്നുന്നില്ല. ഇതായിരിക്കും. അതാണ്ടാ കണ്ടോ, വ്യത്യാസങ്ങളുണ്ടോ? കൊള്ളാം, നല്ല ഫാബ്രിക് ആണ്. ഈ പുള്ളി ആരാ? ടൊവിനോ. ഇത് ടൊവിനോ. ഇതിലേതാ? ഇത് ആട്ടിടേണ്ട, ആട് കയ്യിൽ കണ്ടില്ലേ? അതായത് ഇതാണ് കേട്ടോ. ആരടാ ഇത് ടൊവിനാണോ? ഇൻസ്പെക്ടർ ഗരുഡിലെ ദിലീപിനെ പോലെ ഉണ്ട്. മീശ ഉണ്ടോ? ഇത് ക്ലാസ്, താടിയെ കൊളത്തി മുഞ്ചൻ. ഇനി ഇല്ല, നമ്മളെ മൃഗങ്ങളെ കമ്പയർ ചെയ്യാം. ഇതാണ്, ഇത് പോരാ. ഇത് മാസം തികയാതെ പ്രസവിച്ച പശു. ഇത് സ്റ്റാൻഡേർഡ് 2 പശു ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച പുൽക്കൂട് റോഡിൽ നിന്ന് മേടിച്ചു കേട്ടോ. അത് കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, മുളയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഉണ്ടാക്കാൻ വയ്യ, മടിയാണ്. പക്ഷേ അടുത്ത പ്രാവശ്യം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും. എവിടെ വേണമെങ്കിലും എടുത്തോണ്ട് പോവാം. 500 സംതിങ്ങേ ഉള്ളൂ. പ്രതിമ എത്ര രൂപയാണെന്ന് എനിക്ക് അറിയാം, അച്ഛൻ മേടിച്ചാണ്. ഇത് പോർട്ടബിൾ പുൽക്കൂടാണ്. ഇത് നമ്മൾ വാങ്ങിച്ചത് 900, 1000 സംതിങ് എന്തോ. അപ്പൊ അതുവഴി തിരിച്ചു വന്നപ്പോഴത്തേക്ക് പുൽക്കൂട് കൊണ്ട് അവര് അമ്മയാണ് പറഞ്ഞത് ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടെ കൊണ്ടിട്ട് വെക്കുന്ന കണ്ടിട്ട് 1300 സംതിങ്ങിനാണ് ആ പുൽക്കൂട് മേടിച്ച് നമ്മൾ ബാക്കി കൂടി സെറ്റ് ചെയ്ത് ക്രിസ്മസ് വൈബ് ആക്കട്ടെ വീട്. 1300 സംതിങ്. എനിക്ക് ഞാൻ ഉണ്ടാക്കി തന്നെയാണ്. കിഴങ്ങ് തന്നെ ഇപ്പോൾ ഉണ്ടാക്കി. നീ ജീവിതത്തിൽ ഇവന്റെ വീട്ടില് ഒരു കിളിക്കൂട് കാണണം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാ. ഞാൻ മറ്റേ ആസിഫ് അലീനെ കണക്കിരുന്ന് ചിരിക്കാനായിട്ട് ട്രാഫിക്കില്ല. ചിരിക്കടിക്കും. അതായത് ഞാൻ അവിടെ പോയി തിരക്കണം. നമ്മുടെ മുക്കിൽ ഞാൻ വലിയ പുൽക്കൂട് ഉണ്ടാക്കാം, അറിയാമോ? ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വലിയ മരം കൊണ്ടുവന്ന് ക്രിസ്മസ് ട്രീ, അതൊക്കെ നമ്മളുണ്ടാക്കണേണ്. ഇപ്പൊ വയ്യ, പ്രായമൊക്കെ ആയല്ലേ. ആയോള് കലയെ തളർത്താൻ പറ്റൂലല്ലോ, സമയല്ല, അതാണ് മെയിനായിട്ട് പ്രശ്നം. നമുക്ക് പുൽക്കൂടിന്റെ പണിയിലോട്ട് കിടക്കാം. ഈ സംഭവം ഞാൻ പറഞ്ഞില്ലേ, കടയിൽ നിന്ന് മേടിച്ചതാണ്. ഫുൾ മുളയിൽ സെറ്റ് ചെയ്തതാണ്. കൊള്ളാം. കുറെ പുള്ളിയെ പറഞ്ഞിട്ട് കുറെ നാൾ ഇരിക്കും എന്നുള്ളത്. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം ഭദ്രമായിട്ട് ഒരു ബാസ് പൊടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളൂ. പിന്നെ കുറെ നാളത്തേക്ക് ഉണ്ടാക്കണ്ട. ഞാൻ ഭയങ്കരമായിട്ട് ചളു അടിക്കട്ടാ പറയട്ടാ. ചല്ലേ പിന്നെ വേരിഫൈഡ് സാധനങ്ങളാണ് അടിക്കണം. അതിന്റെ കുഴപ്പമില്ല, ചളു അടിക്കുക, അൺഎക്സ്പെക്ടഡ് ആയിട്ട് അടിക്കാം. ഇതാ കിടക്കുന്നത് ബെത്ലഹേം പുൽക്കൂട്ടിലാണല്ലോ. പുൽക്കൂടാകുമ്പോൾ വക്കീലാണല്ലോ. വക്കീലല്ല, വൈക്കോൽ. ഇത് നമ്മൾ സത്യത്തിൽ ഉണ്ണിയേശുവിനെ ഡിസംബർ 25-ാം തീയതിയാണ് വെക്കേണ്ടത്. അത് അതിന് മുമ്പേ വെക്കാമോ? അതെന്ത്? യേശു ജനിച്ചതുകൊണ്ടാണല്ലോ നമ്മൾ പുൽക്കൂട് ഇതൊക്കെ ആഘോഷിക്കുന്നല്ലേ രാസ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെന്താ, ശരിയാണോ? നിങ്ങള് ഒക്ടോബർ 9-ാം തീയതിയാണ് 7-ാം തീയതി ജനിച്ചത്. ബർത്ത്ഡേ പോലും അറിയത്തില്ല. ജനിച്ചത് അതിന് മുന്നേ നിങ്ങൾ എങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും? കാരണം നിങ്ങൾ ജനിച്ചിട്ടില്ലല്ലോ, അമ്മയുടെ വയറിനകത്തല്ലേ. എടി ജനിച്ച് ഇത്രയും, അതായത് 2000-ഓളം വർഷങ്ങള് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ആഘോഷിക്കണം. ഇപ്പൊ ഓരോ ക്രിസ്മസ് ആകുമ്പോഴും ഓരോ ന്യൂ ഇയർ പോലെയാണ് ആഘോഷിക്കണം. അതായത് ഒരു പുതിയ വർഷം പോലെ. അപ്പൊ പുതിയ വർഷം എന്ന് വെച്ചാൽ ഇതുവരെ ജനിച്ചിട്ടില്ല എന്നുള്ള സങ്കല്പമാണ്. അപ്പൊ നമ്മൾ വെക്കുന്നു. നീ ഇപ്പൊ അമ്മയുടെ വയറ്റിനോട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാലാ? ആർക്കെങ്കിലും ഇത് അറിയാൻ കമന്റ് ചെയ്യണം. ഇതിന്റെ അടുത്തൊക്കെ ചോദിച്ചു ഞാൻ കേട്ടില്ല. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ വയറ്റില് റബ്ബർ ബാൻഡ് കെട്ടി വെക്കാതെ പ്രസവിക്കാതിരിക്കില്ലല്ലോ, വയറ്റി കെട്ടി നമ്മൾ അടിച്ച ചളവും നിങ്ങളൊക്കെ ഫണ്ടിന്റെ ആൾക്കാർ. സത്യമാണ്, സുബിചേട്ടന്റെ പണം അത്ര സ്റ്റാൻഡേർഡ് അല്ല. എന്റെ സ്റ്റാൻഡേർഡ് അല്ല, ഞാനും സ്റ്റാൻഡേർഡ് അല്ല പോലെ. നമ്മളെ കയ്യോ വഴിപോക്കരെ. ഫസ്റ്റ് ഞാൻ ഉണ്ണിയേശുവിനെ വയ്ക്കുകയാണ്. നമ്മൾ സ്കൂളുകളിലും ട്യൂഷൻ ക്ലാസ്സുകളിലും ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാറുണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈമിന് ശേഷമാണ് നമ്മൾ ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ആടലോടങ്ങൻ ടീം ടാർസൻ അവസാനമായിട്ട് എന്നാണ് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തത്? എന്റെ ജീവിതത്തിൽ ഈ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഇല്ല. രാമനോ? ആദ്യത്തെ പ്രാവശ്യം. എന്നാ ഇത് ഫ്രഷ് ആയിരിക്കും. അനീഷോ? +2 ചെയ്തിട്ടുണ്ട്. അതെ, +2 ഓക്കെ. ഞാൻ ഇപ്പോഴും ചെയ്ത് തുടർന്ന് പോകുന്നു. 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്. മേഘ നമുക്ക് നമ്മൾ ഷേക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. മേഘയിലെ തുടങ്ങാം. സ്വന്തം പേരെടുക്കല്ലേ അടി. അത് തന്നെ എടുത്തോണ്ട് പോകും. രാമ, അനീഷ് വരട്ടെ, ദയാസ്, ബിജോയ്. എടാ അങ്ങോട്ട് എന്ത് നോക്കാൻ, വലിയ മുട്ടായി കൊടുക്കില്ല. സ്വന്തം പേര് ഇറങ്ങിയിട്ട് കഴിയല്ലേ?
എല്ലാരും കിട്ടിയിട്ടുണ്ട്. അപ്പോ നാളെ ഗിഫ്റ്റുമായിട്ട് എല്ലാരും വരണം. ആരും വരാതിരിക്കല്ലേ. അപ്പൊ ഗൈസ് ഫസ്റ്റ് ഡേ നമ്മള് എല്ലാം അലങ്കരിച്ച് വന്നപ്പോൾ കിടിലം മഴ പെയ്ത് അങ്ങനെ സ്റ്റോപ്പായി. ഇനി ഏകദേശം കുറച്ച് പണിയും കൂടെ ഉള്ളൂ. ഈ കുറച്ച് ഈ ലൈറ്റ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. വീട്ടുകാർക്കും കൂടി കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതായത് ക്രിസ്മസ് ഫാദറിനെ കൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ്. ക്രിസ്മസ് ഫാദറായിട്ട് വരാൻ പോകുന്നത് ആരെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡാൻസറാ അവൻ. ദൈവൻ ഫിഷ് ടാങ്ക് മേടിച്ചു. കാരണം മറ്റേത് ഇവിടെ തന്നെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള ജീവനെ ഞാൻ കളയാതെ മാക്സിമം നോക്കാം. അതുകൊണ്ട് ബൗള് സോറി ഒരു വലിയ ബൗളും പിന്നെ വേറെ 4 ഒരു മീൻ. ഏതൊക്കെ മീൻ വെച്ചാൽ നമ്മള് തണ്ടർ ഈഗിൾ അല്ലേ? തണ്ടർ ബേർഡാ? അത് ബൈക്കല്ലേ? അത് 4 മീനിനോട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പാവം ഇവിടെ ഉള്ള ജീവനെ ഞാൻ അത് പോകും വരെ ഞാൻ കാക്കും. അതുകൊണ്ട് ഇതിനെ മേടിച്ച് നമ്മൾ അവിടെ ഉൾക്കൂട്ടിന്റെ സൈഡിലായിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ ക്രിസ്മസിന്റെ കാര്യങ്ങളെല്ലാം ഒരുക്കങ്ങളും ലൈറ്റും എല്ലാം കാര്യങ്ങളും സെറ്റ് ആക്കി. അപ്പോൾ ഇന്നലെ ക്രിസ്മസ് ഫണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്ത് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഒന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ബിജോയ് എപ്പോഴെങ്കിലും അപ്പൂപ്പനായിട്ടുണ്ടോ? ഇല്ല. ഇനി എപ്പോഴും ആവാൻ ആഗ്രഹമുണ്ടോ? അതും ഇല്ല. അതായിക്കോളും. ക്രിസ്മസ് ഫാദർ ആവാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. എന്നാൽ ഇന്ന് എനക്ക് ആവാനുള്ള ഒരു ആഗ്രഹം ഞാൻ തരാം. ഈ പുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. അയാളെയാണ് ഞാൻ നിന്നിലോട്ട് ഇങ്ങനെ സെറ്റ് ആക്കുന്നത്. ആവായിക്കുന്നല്ല, അല്ലാതെ തന്നെ വെച്ചേരാണ് തൊലക്കല്ലും. ഈ വേഷം കെട്ടിക്കൊണ്ട് ചെറ്റ വർത്താനം പറയരുത് കേട്ടല്ല. ഇത് കണ്ടോ, ഇത് ക്യൂട്ട് ആണ്. അച്ഛനും അമ്മയ്ക്കും, അതായത് എന്റെ അച്ഛനും അമ്മയ്ക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇന്ന് കുറച്ച് സ്മോൾ ഗിഫ്റ്റ്സ് കൊടുക്കുന്നു അവരുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. ഇത് ടോക്കിയോയ്ക്ക് ക്രിസ്മസ് ഫാദർ കൊടുക്കും. അപ്പോൾ നമുക്ക് ബിജോയിനെ ക്രിസ്മസ് ഫാദർ ആക്കാം. എന്റെ വീട് എവിടെ ക്രിസ്മസ് ഫാദറേ, നിന്റെ വീട് എവിടെ? ടാർസനൊക്കെ ഓൾറെഡി അനീഷിന്റെ വീട്ടിലുണ്ട്. ഇപ്പൊ അവര് വരും. എന്നിട്ട് നമ്മള് ഫുഡൊക്കെ ആയിട്ട് നമ്മളൊന്ന് ചെറിയൊന്ന് ചില്ല് ചെയ്യും. പക്ഷെ ഇത് ഊക്ക് വാങ്ങാനുള്ള മെയിൻ സംഭവമാണ് ഈ സംഭവം. എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടില്ല. ഇന്ന് ഊക്കിന്റെ വേട്ടയായിരിക്കും മാഗിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ചൊരു അറിവുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ക്രിസ്മസ് ഫാദർ ബ്ലാക്ക് ബെൽറ്റ് ആണ് അല്ലടാ? ഞാൻ പണ്ട് കരാട്ടയ്ക്കൊക്കെ പോയി. ഈ ക്രിസ്മസ് ഫാദറിന് ഉണ്ണിക്കണ്ണുകളാ, അത് നമുക്ക് പറ്റില്ല. ഇവന്റെ പൊന്തം കണ്ണ് കാണണ്ടേ? അപ്പൊ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാല് കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതാണ് BTS ബിജോയ്. കണ്ടോ മുടിയോ? താടി മുടി. മൂക്കും കൂടെ ഇട്ടിട്ട് വരുമോ? മൂക്ക് എവിടെടാ? മൂക്ക് ഇത് കറക്റ്റ് വേടാ. കിളികൾ കൂകിമല്ലേ മോദഗാനം മൂലത്തുന്നു. ഒരു ഹാപ്പി വിഷ് പറഞ്ഞ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. ഞാൻ ഒരു യൂട്യൂബറാണ്. അപ്പൊ ഇവിടെ ഉണ്ട് വിഷു പറഞ്ഞു. അപ്പം ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കുന്ന സൂപ്പർ ഹീറോയ്ക്കും എന്റെ കുടുംബം മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നത്, ഈ ലോകത്തുള്ള അപ്പം വേണ്ട. അപ്പം ഇവിടെ തരാം. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ വകയും നമ്മുടെ ടീമിന്റെ വകയും ഹാപ്പി ക്രിസ്മസ്. അലിഞ്ഞു പോവാ വിഷില്. അയ്യോ, ഇവനൊരു വടിയും കൂടി ഉണ്ടായിരുന്നല്ലോ. ആഫ്റ്റർ ഞാൻ ലോങ് ടൈമിന് ശേഷമാണ് ഒരു അപ്പൂപ്പനെ കാണുന്നത്. വഴി വെച്ച് പോലും കണ്ടിട്ടില്ല. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും ഇത് ആരാണ് അപ്പൂപ്പനെന്ന്? ഇല്ല പിടുത്തമില്ല. അത് മാത്രമല്ല, ഇറങ്ങിപ്പോ സമയം വിളിക്കുക ഭയങ്കരമായിട്ട്. അടുത്ത് നിൽക്കുമ്പോഴേ ചൂടെടുക്കണം. അപ്പൂപ്പന്റെ പേരെന്താ? എന്റെ പേര് സാന്റാ ക്ലോസ്. എവിടെന്നാ പറഞ്ഞേ? ഞാനങ്ങ് ഫ്രഞ്ചിന്ന്. ഫ്രഞ്ചാ? വേഗം അടുത്തൊരു കരോൾ പാട്ട് പാടാൻ പോവാണ്. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമലക്കിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദാസം നിറയും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം നിറയും മധുര മനോഹര ഗാനം. അയ്യോ അനീഷ്, ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് മികച്ചൊരു ക്യൂട്ടായിട്ടുണ്ട്. 50 രൂപ. ഇന്ന് നീ എന്ത് ക്യൂട്ട് കാണിക്കുമെന്നാണ് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. എന്റെ ഭാര്യയുടെ പാട്ട് കഴിഞ്ഞ ശേഷം എന്റെ അച്ഛൻ ഒരുപാട് കരോളുകൾ ഇവിടെ റെസിഡന്റ് അസോസിയേഷന്റെ ഇതിൽ തന്നെ ഒരുപാട് കരോളുകൾ പോയിട്ടുള്ള വ്യക്തിയാണ്. സീനിയർ ആണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. 1 2 3 സ്റ്റാർട്ട്. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായ ദൈവസുതൻ പിറന്നാൽ ഓർമ്മദിനം. പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായ ദൈവസുതൻ പിറന്നാൽ ഓർമ്മദിനം. മണ്ണിലെ മാലാഖകളെ, മണ്ണിലെ ഇടയന്മാരെ, പാടു തൻവിൽ കിന്നരരാകുമാർ
പാടൂ തൻവിളി കിന്നരകാലവുമായി പുൽക്കുടിലിൽ കൽത്തൊട്ടിലിൽ മറിയത്തിൻ പൊന്മകനായി പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നൊരു ദിനം. ആദ്യമായിട്ടാണ് അച്ഛൻ വ്ളോഗിൽ വന്നിട്ട് ഇത്രയും ആക്റ്റീവ് ആവുന്നത്. മേഘയുടെ അച്ഛനാണ് മേഘയുടെ അമ്മ. അപ്പൊ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് കൊടുക്കാം. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആകാശ്. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് സന്ദീപ് അച്ചു. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്റെ അനിയനാണ്. എല്ലാം കുടുംബത്തിൽ തന്നെ വന്ന് ചേർന്ന് കേട്ടോ. 5 പൈസ വെളി പോയിട്ടില്ല. എനിക്കിടാൻ പറ്റൂലല്ലോ, പൈസ നഷ്ടമല്ലേ ഉള്ളു. രണ്ടും കിട്ടി. സച്ചുവിന്റെ ഫ്രണ്ടായ മതിയായിരുന്നു. ഇത് അനിയനാവണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു നിക്കറിൽ ഒതുങ്ങിയാണ്. ഞാനാകാനായിരുന്നെങ്കിൽ ജോക്കി ഇന്റർനാഷണൽ അതിന്റെ എന്റെ ഗിഫ്റ്റ് ദേവയ്ക്കാണ്. രണ്ട് ഗിഫ്റ്റ്. ഒരു പൈസയും വെളിയിൽ പോയിട്ടില്ല. ഓക്കെ, അത് തന്നെ അതിലുണ്ട്. പാവം എന്നെ നീ ആദ്യം ഓപ്പൺ ആക്കി. അത് പാവം പറയാ. ഫണ്ണാണ്. മേഘയുടെ ചിന്നു. അതെന്റെ അനിയ ഫണ്ണ് കാണിച്ചിട്ട് ചിരിച്ചു കൊടുക്കണേ. എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് അല്ല ഡ്രസ് നൈസ് ആയിട്ടുണ്ട്. അടിപൊളി. എന്റേത് ടാസ്. മെരി ക്രിസ്മസ്. അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു. അടിപൊളി. താങ്ക് യു. അടുത്ത ടാർസൻ. എന്റെ രാമൻ. ഇന്ന് ഇവിടെ വാങ്ങിച്ചുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. ഇതില് വിറ്റാണ് പെർഫ്യൂം ആണ്. ഞാൻ തമാശ ഒരു നിമിഷത്തേക്ക് തമാശയുടെ ആളിന്റെ ഇടയിൽ പോയി നല്ല മണത്തുന്നില്ലേ. രാമന്റെ ക്രിസ്മസ് ഫ്രണ്ട് അല്ല മോമു അല്ല മാമു. ഞാൻ മാമൂന്നാണ് അവളെ എഴുതിയത്. ഞാൻ ആരെങ്കിലും ആണെന്നെങ്കിൽ എനിക്ക് വിറ്റൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ആയതുകൊണ്ട് ചിലപ്പോ ഇവിടെ കയറിയ വല്ല വിഷവും കലക്കി തരുമെന്നുള്ളത് ഇത് കൊടുക്കണേ. നോക്കട്ടെ, രാമ ഇന്നേരെ ഒരു പെണ്ണിനെ പോലും ഒന്നും മാറ്റി കൊടുത്തില്ല. നോക്കട്ടെ സെലക്ഷൻ എങ്ങനെയാണെന്ന്. ഡബിൾ എക്സലോ? ഇത് മാറി ഓ, എനിക്ക് നോക്കും വൈറ്റോ. Thank you. Yes. ഓൾ ഡോഗ് ഹാസ് എ ഡേ. All I do is upgrade. ഓക്കെ, അങ്ങനെയാണ്. ഞാൻ ഫേസ് റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. ക്രിസ്മസ് ഫ്രണ്ട് ഡോക്ടർ അനീഷ്. അനീഷിന് ഇല്ലാത്തൊരു കളറാണ്, വെറൈറ്റി ആണ്. സ്പെഷ്യൽ ഗിഫ്റ്റ്. ആദ്യം നീ പോയി എന്തെങ്കിലും എഴുതി പഠി. ആദ്യം എന്റെ അടുത്ത് തന്നെ എഴുതി പഠിക്കാം. താങ്ക് യു ജ്യേഷ്ഠ. വെണ്ടയ്ക്കൊന്നല്ലടാ, ഇത് പഴം വരി. തെറ്റില്ല, കാരണം ആഹാരത്തിന്റെ കാര്യത്തിൽ തെറ്റില്ല. പഴം വരി. പാവം ചെറുക്ക് ഇപ്പൊ ഡയറ്റ് വേണം. അത് കുഴപ്പമില്ല. ഒരു എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന ആൾക്ക് ഒരു വിഷം ഉണ്ടാന്നറിയാം. വിഷം ഉണ്ടാന്നറിയാം. താങ്ക് യു. ഒറിജിനൽ ഇതാണ് സർപ്രൈസ്. എല്ലാരും വൈകിട്ടാണ് ക്രിസ്മസ്. എല്ലാവർക്കും ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും മേഘയുടെ അച്ഛനും അമ്മയ്ക്കുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ക്രിസ്മസ് ഫാദർ കൊണ്ടുവന്നതാണ്. അതുപോലെ തെറ്റിച്ച് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.
ഓ അച്ഛൻ ഫ്രീക്ക് അച്ഛൻ. എന്റെ അച്ഛൻ ഫ്രീക്കായി. അടുത്തതായി എന്റെ അമ്മ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പ്രീത ആന്റി. താങ്ക് യു. ഓ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വിളിച്ചോ ആന്റി. അടുത്ത മേഘയുടെ പപ്പ വരട്ടെ. ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. സെയിം. സെറ്റായിട്ടുണ്ട്. അടുത്ത മേഘയുടെ മമ്മി. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആന്റി. താങ്ക് യു. അപ്പൊ അടുത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സാന്താക്ലോസിനെ കൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. എല്ലാവരും കൂടെ പിടിച്ചോ. ഇല്ല ഒറ്റ പിടിച്ചായി. അപ്പം ഒരു എല്ലാവർക്കും വെള്ളം വെക്കാൻ വേണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു നീ. ഹാപ്പി ക്രിസ്മസ്. ആ ഇത് ബേക്കിസ്ട്രി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ആണ് നമുക്ക് ഈ കേക്ക് തന്നത്. നമ്മുടെ ബർത്ത്ഡേക്കും ചേച്ചിയുടെ നിന്നാണ് വാങ്ങിയത്. അടിപൊളി കേക്കല്ലേ? അടിപൊളി. ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആടലോടകം ടീമെല്ലാം അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അടിച്ചു പൊളിക്കുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.